ഹലോ അസ്സലാമലൈക്കും. ഈ ബട്ടർ അതെൻ്റെ ഒരു വികാരമാണെന്നൊക്കെ പറയട്ടോ. എങ്ങനെ ജ്യൂസ് പീടികയിൽ കയറണം മുന്നേ തീരുമാനിക്കും ബട്ടറല്ലേ വേറെ എന്തെങ്കിലും വെറൈറ്റി ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ അവിടെ എത്തും, അവിടുത്തെ മെനു പറയും, പിന്നെ എന്താ വേണ്ടി ചോദിക്കും, ബട്ടർ. എന്താണെന്നറിയില്ല, എങ്ങനെ പോയാലും ലാസ്റ്റ് എത്തല അവിടെ തന്നെ കേട്ടോ ബട്ടറിൽ. അതെന്താറില്ല, എല്ലാ ടെൻഡർ കോക്കനട്ട് ഉണ്ടെങ്കിൽ അത്, പക്ഷെ എന്നാലും ബട്ടറിലാണ് ഫസ്റ്റ് എത്തുക. അങ്ങനെ വാങ്ങിയ ബട്ടറിൽ എന്തായാലും ചീഞ്ഞ്. ഇതെല്ലാവരും പറയുന്നത് കേട്ടിങ്ങനെ പച്ച ബട്ടർ നോക്കി എടുക്കണം, അതാകുമ്പോൾ ഒന്ന് 2 ദിവസം പഴുപ്പിച്ചിട്ട് കഴിക്കുന്ന നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നു. എന്തായാലും വാങ്ങിയതിൽ ഒന്ന് വളരെ ശോകമാണ്, ബാക്കി 2 പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇതെനിക്ക് പച്ചയിൽ കഴിക്കാനും ഇഷ്ടമാണ്. ഇതിന് മുന്നേ ഒരു റീലിൽ കണ്ട് ഇതിന് വെണ്ണപ്പായെന്നും പറയും. ഇത് നല്ല മധുരമിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും വളരെ അടിപൊളി ഫുഡാണല്ലോ നമ്മളെ ഹെൽത്തിന്. സാലഡും പിന്നെ അങ്ങനെ പലതരം ക്വാളിറ്റികളുമുള്ളൊരു സംഭവമാണ് ഈ അവക്കാഡോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും ഇവിടെ വരില്ല. ഇതിപ്പോൾ സുന്നത്ത് കഴിഞ്ഞ ആൾക്ക് ജ്യൂസ് നിർബന്ധമായതുകൊണ്ട് നമ്മൾ വെറൈറ്റി ജ്യൂസുകൾ പിടിക്കുകയാണ്. അതിൽ മാംഗോ ഇഷ്ടമില്ല, അപ്പോൾ അവക്കാഡോമിലാണ് പിടിച്ചത്. അപ്പോൾ ബട്ടർ എന്തായാലും നമുക്ക് അവക്കാഡോ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ട് കേട്ടോ എനിക്ക്. നമുക്ക് ബട്ടർ മതി, ബട്ടറാണ് നല്ലത്. പിന്നെ ആ ഫ്ലഷുകളൊക്കെ എടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ബാക്കി ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത്, എൻ്റെ റബ്ബേ ഫസ്റ്റിൽ തന്നെ ഞാൻ മധുരം ഉണ്ടോയെന്ന് നോക്കും. സംഭവം മധുരമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലൊരു നുണാണല്ലോ. കാരണം ഇതെനിക്ക് തീരെ ഇഷ്ടമല്ല. അതെങ്കിലൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞപ്പോൾ. പിന്നെന്താ, പിന്നെ ടേസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കൊടുത്ത് അവിടെ കാത്തിരിക്കുന്നുണ്ട് സുന്നത്ത് കഴിഞ്ഞ ആൾ ഇനിയും വെയിറ്റ് ചെയ്ത് നിൽക്കുക ജ്യൂസ്. പക്ഷെ ഇതാരും എന്താ അറിയില്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാനൊരു ഗൂഡല്ലൂർ ഒരു ടൂറ് പോയപ്പോൾ അവിടുന്ന് കറക്റ്റ് പറിച്ച് കൊണ്ടുവന്ന് ഇവിടുന്ന് പഴുപ്പിച്ചിരുന്നു. അതൊരു 1.5 ബട്ടറായിരുന്നു. എന്തായാലും ഞാൻ അതിൻ്റെ ഓർമ്മയ്ക്ക് ഒരു മരമൊക്കെ അതിൻ്റെ തൈയൊക്കെ കുഴിച്ചിട്ടേക്കണേ, വിത്തിട്ട് അതിൻ്റെ കുരുട്ട് വിത്തിട്ട് മുളച്ചൊരു വിതൊക്കെ അയക്കണേ, എന്തെങ്കിലും ബട്ടർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെയാണ്. പക്ഷെ അത് വീടിന് ആപത്താണെന്നും പറയുന്നുണ്ട്. അതിൻ്റെ വേരൊക്കെ പോയാൽ വീടിന് ദോഷകരം ചെയ്യുന്നും ഒരു ഭാഗക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും ഇതുവരെ മൈൻഡ് ചെയ്യില്ല. ഇനി മൈൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള, ഇത്രയും വലുപ്പം വെച്ച് അത് മുറിക്കുന്നതൊരു വിഷമമുള്ള കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും അത് മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇവിടെ ജ്യൂസൊക്കെ ടേസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഒന്ന് മുന്നോട്ടേക്കൊന്ന് മിന്നിച്ചേക്കണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.